അടുത്ത വാർത്തയിലേക്ക് പോകാം. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെ കൊലപ്പെടുത്തി. അടിപിടിക്കിടയിൽ അനിയന്റെ അടിയേറ്റ് സഹോദരൻ മരിക്കുകയായിരുന്നു. ഒഴുകൂർ നൂർ മൻസിലിൽ മുഹമ്മദ് റഫീഖാണ് മരിച്ചത്. സഹോദരൻ സാജിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുബഷിർ പി അക്ബർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. മുബഷിർ, എപ്പോഴായിരുന്നു ഈ സംഭവം? 11 മണിയോടുകൂടിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഒഴുക്കൂരിലെ തറവാട്ടു വീട്ടിൽ വെച്ചാണ് സഹോദരങ്ങൾ തമ്മിൽ സ്വത്ത് തർക്കത്തെ ചൊല്ലി വാക്കേറ്റമുണ്ടാവുകയും ഇത് പിന്നീട് കയ്യാങ്കളിയിൽ കലാശിക്കുകയും അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് സാജിദ് ഗുരുതരമായ രീതിയിൽ റഫീഖിനെ മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ റഫീഖ് ഉടനെ തന്നെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. പരിക്ക് അതീവ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനിടെ നില കൂടുതൽ വഷളായതിനെ തുടർന്ന് ഫറോക്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. നിലവിൽ കോട്ടപ്പുറത്തുള്ള ഭാര്യ വീട്ടിലായിരുന്നു റഫീഖ് താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഒഴുക്കൂരിലെ സ്വന്തം വീട്ടിൽ ഉമ്മയെ കാണാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഈ സമയത്താണ് സഹോദരനുമായി തർക്കമുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത്. എന്തായാലും കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ശരി മുബഷിർ.